റൺവേ ഭൂമി ഏറ്റെടുക്കൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ MLA. വിമാനത്താവള റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കോളിപ്പാലത്ത് CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഭൂമി ഏറ്റെടുക്കാൻ പ്രവൃത്തി എത്രയും വേഗം പൂർത്തിയാക്കാൻ ജനങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കണമെന്നും MLA പറഞ്ഞു. നമ്മളിപ്പോൾ എയർപോർട്ട് അതിൻ്റെ മുഴുവൻ രീതിയിൽ വികസിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ വെള്ളിയാമ്പറമ്പിലും പരിസര പ്രദേശത്തുമൊക്കെയായി ഒരുപാട് സംരംഭങ്ങൾ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. അവിടെയെല്ലാം കുറേയേറെ പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ആയി എന്ന് പറയുന്നില്ല, പക്ഷേ സ്വകാര്യ സംരംഭങ്ങളും ഗവൺമെന്റിനും. ഇതിപ്പോൾ നമ്മുടെ STF ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു, സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കിൻഫ്ര പാർക്കിൽ. അവിടെ കുറെ സംരംഭങ്ങൾ ഓരോ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം കുറെ പേര് ജോലി ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പ്രയാസം ഉള്ളതുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് താമസം നേരിട്ടത്. എന്നിരുന്നാലും സർക്കാർ പിന്മാറില്ല. ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി ത്വരിതപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. വീട് നഷ്ടമാകുന്നവർക്ക് 10 സെന്റ് ഭൂമി നൽകുന്നത് ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ജനങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ ജനങ്ങളെ തിരിഞ്ഞു നോക്കാനോ ആശ്വസിപ്പിക്കാനോ എത്താത്തവരാണ് ഇപ്പോൾ മുതലക്കണ്ണീരുമായി എത്തുന്നതെന്നും MLA പറഞ്ഞു. CPM മട്ടന്നൂർ ഏരിയ സെക്രട്ടറി M രതീഷ് അധ്യക്ഷനായി. നേതാക്കളായ NV ചന്ദ്രബാബു, MV സരള, ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. ഗ്രേറ്റ് ബോംബെ സർക്കസ് 6 വർഷത്തിന് ശേഷം സെപ്റ്റംബർ 28 മുതൽ പോലീസ് മൈതാനം കണ്ണൂരിൽ. ഏഷ്യാസ് ബെസ്റ്റ് സർക്കസ്. റഷ്യൻ, ചൈനീസ്, എത്യോപ്യൻ, ഇറ്റാലിയൻ പ്രകടനങ്ങൾ. ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു. ദിവസേന 3 പ്രദർശനങ്ങൾ. 1 മണി, 4 മണി, 7 മണി. വാട്ടർ പ്രൂഫ്, ഫയർ പ്രൂഫ് ടെന്റ്. നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ. ഗ്രേറ്റ് ബോംബെ സർക്കസ്, പോലീസ് മൈതാനം, കണ്ണൂർ.